കഴിഞ്ഞ ദിവസം ഞാൻ വെളിപ്പെടുത്ത സുഭദ്ര എന്ന ഇനം താമരയുടെ ട്യൂബറുകൾ നടന്നത് നമുക്കൊന്ന് കണ്ടാലോ? കിട്ടിയ ട്യൂബറുകളിൽ നിന്നും 3 ആദ്യം ചോദിച്ച 3 പേർക്കായി മാറ്റിവെച്ചതിൽ ഒരെണ്ണം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 2 അവരവരുടെ സ്ഥലങ്ങളിൽ അധികം താമസിക്കാതെ തന്നെ എത്തിച്ചേരും. ബാക്കിയുണ്ടായിരുന്ന ട്യൂബറുകളും 2-3 റണ്ണറുകളും വലിയൊരു ടബിലേക്കാണ് ഞാൻ നട്ടുകൊടുക്കുന്നത്. ഇനി നമുക്ക് നടീൽ മിശ്രിതം ഒന്ന് പരിചയപ്പെട്ടാലോ? ടബിൽ ആദ്യം ഞാൻ ഇട്ടുകൊടുക്കുന്നത് എന്റെ കയ്യിലുണ്ടായിരുന്ന ഉണങ്ങിയ ചാണകമാണ്. അത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ബാക്കി വാങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനു മുകളിൽ എല്ലുപൊടി വിതറിയ ശേഷം പറമ്പിലെ മണ്ണിട്ട് കൊടുത്ത് കട്ട കളഞ്ഞെടുത്തു. വളമായാലും മണ്ണായാലും നന്നായി കട്ടയും മറ്റു കട്ടിയുള്ള വസ്തുക്കളും നടീൽ മിശ്രിതത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കണം. അതിനു മുകളിലെ മുൻപ് താമര വളർത്തിയ ടബിലെ ചെളിയും ഇട്ട് നിരപ്പാക്കി കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ എടുക്കുന്ന ടബിന്റെ പകുതിക്ക് താഴെ നിൽക്കണം നടീൽ മിശ്രിതം. നടീൽ മിശ്രിതത്തിലെ വളങ്ങളും മണ്ണും പരസ്പരം മിക്സ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ടബിന്റെ വശങ്ങളിലായി ചെറിയ ഓരോരോ ചാലുകൾ ഉണ്ടാക്കി റണ്ണറുകളും ട്യൂബറുകളും നട്ടുകൊടുക്കാം. നട്ടതിനു ശേഷം വളരെ ശക്തി കുറച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നട്ടുകൊടുത്ത ട്യൂബറുകൾ ഇളകി പൊങ്ങി വരാത്ത രീതിയിൽ വേണം. ഒരു 5 ദിവസം കഴിഞ്ഞുള്ള റിസൾട്ടാണ് നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ട എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി നന്ദി. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.